أبغي إلهي جنة. ഈ അടുത്ത കാലത്ത് വാട്സാപ്പിൽ എനിക്കൊരു അനുഭവത്തെ സംബന്ധിച്ച് ഒരാൾ എഴുതിയത് കണ്ടു. പലരും കേട്ട് കാണും. തനിക്കൊരു മോട്ടോർ ബൈക്ക് വേണമെന്ന് ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി തന്റെ പിതാവിനോട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. ഒട്ടനവധി സാമ്പത്തിക പരാധീനതകളുള്ള പിതാവ് ഓരോ ഒഴിവുകഴിവുകൾ പറഞ്ഞു മാറ്റിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ക്ഷമ നശിച്ച ആ മകൻ അച്ഛനോട് അലറി. മോട്ടോർ ബൈക്ക് വാങ്ങിത്തരാൻ സാമ്പത്തിക ശേഷിയില്ലാത്ത അച്ഛന് മകനെ എഞ്ചിനീയറാക്കാൻ സ്വപ്നം കാണാൻ യാതൊരു അർഹതയുമില്ല. ഞാൻ പഠിപ്പ് നിർത്തി വീട് വിടുകയാണ്. അങ്ങനെ ദേഷ്യത്തിൽ വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിനിടയ്ക്ക് അച്ഛന്റെ പേഴ്സ് മോഷ്ടിച്ചിട്ടാണ് മകൻ പോയത്. ബസ് സ്റ്റോപ്പിലേക്ക് നാടുവിടാൻ നടക്കുന്നതിനിടയ്ക്ക് പാദങ്ങൾക്ക് കീഴെ നനവ് അനുഭവപ്പെട്ടു. കാലുകളിലേക്ക് നോക്കിയപ്പോഴാണ് അബദ്ധം മനസ്സിലാകുന്നത്. തന്റെ ഷൂസ് ധരിക്കുന്നതിന് പകരം അച്ഛന്റെ ഷൂസും ധരിച്ചാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. അച്ഛന്റെ പഴയ പിന്നിയ ദോരം വീണ ഷൂസുകൾ കടിയിൽ മഴ വീണ നനഞ്ഞ റോട്ടിലൂടെ നടന്നപ്പോൾ നനവ് അനുഭവപ്പെട്ടതാണ്. നനവാണ് കാലുകൾ നനയാൻ കാരണം. കുറച്ച് നാളുകൾക്ക് മുൻപ് നിങ്ങൾ നല്ലൊരു ഷൂസ് വാങ്ങിക്കൂടെ എന്ന് അമ്മ അച്ഛനോട് ചോദിച്ചതും 6 മാസത്തോളം ഇനിയും ഈ ഷൂസ് ധരിക്കാമെന്ന് അച്ഛൻ അമ്മയോട് മറുപടി പറഞ്ഞതും ഈ മകൻ ഓർത്തു. അച്ഛൻ പഴയ പിന്നിയ ദോരമുള്ള ഷൂസുകൾ ധരിക്കുമ്പോഴാണ് ഓരോ വർഷവും പുതിയ ഡിസൈനർ ഷൂസുകൾ താൻ ആവശ്യപ്പെട്ടതെന്ന് ഓർത്തപ്പോൾ ജീവിതത്തിൽ ആദ്യമായി അച്ഛനെ കുറിച്ച് ഓർത്ത മകന്റെ മനസ്സൊന്ന് തേങ്ങി. ഏതായാലും നാടുവിടാൻ തീരുമാനിച്ചതല്ലേ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ബസ് കാത്തു നിൽക്കുമ്പോൾ അച്ഛന്റെ പേഴ്സിൽ എത്ര പണമുണ്ടെന്നറിയാൻ പേഴ്സ് എടുത്തു കയ്യിൽ പിടിച്ചു. നല്ല കനമുള്ള പേഴ്സ്. തുറന്നു നോക്കിയപ്പോൾ അധികം പൈസയൊന്നുമില്ല. കുറെ കടലാസുകൾ കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. അതിലൊരു കടലാസ് എടുത്തു. മാസങ്ങൾക്ക് മുൻപ് തനിക്കൊരു ലാപ്ടോപ്പ് വാങ്ങാനായിട്ട് 40,000 രൂപ ബാങ്കിൽ നിന്നും ലോൺ എടുത്തതിന്റെ ഗഡുക്കൾ വീഴ്ച വരുത്തിയതിനുള്ള ഒരു താക്കീതായിരുന്നു അത്. വാർണിംഗ് ലെറ്റർ ബാങ്കിൽ നിന്നും. അത് കണ്ടതോടുകൂടി മകന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ പൊടിയാൻ തുടങ്ങി. അടുത്തൊരെടുത്തെടുത്തു. അതും ഒരു വാർണിംഗ് ലെറ്റർ. അച്ഛൻ്റെ ഓഫീസ് മാനേജർ അച്ഛൻ അയച്ചതാണ്. നല്ല ഷൂസും ധരിച്ച് ഓഫീസിൽ വരാൻ പാടുള്ളൂ എന്നൊരു താക്കീതെഴുത്ത്. അടുത്തൊരു കടലാസ് എടുത്തു. അതൊരു മോട്ടോർ ബൈക്ക് കമ്പനിയിൽ നിന്നുള്ളൊരു ഓഫർ ലെറ്റർ ആയിരുന്നു. അച്ഛൻ്റെ പഴയ സ്കൂട്ടറും അതോടൊപ്പം കുറെ പണവും നൽകിയാൽ പുതിയൊരു മോട്ടോർ ബൈക്ക് നൽകാമെന്നൊരു ഓഫർ ലെറ്റർ. അച്ഛൻ്റെ പഴയ സ്കൂട്ടർ നൽകിയിട്ടാണെങ്കിലും തനിക്കൊരു മോട്ടോർ ബൈക്ക് വാങ്ങാൻ അച്ഛൻ ശ്രമിച്ചു എന്നോർത്തപ്പോൾ നിയന്ത്രണം വിട്ട് ഈ മകൻ വീട്ടിലേക്ക് ഓടി. വീട്ടിൽ ചെന്നപ്പോൾ അച്ഛനുമില്ല, പഴയ സ്കൂട്ടറുമില്ല. അമ്മ പറഞ്ഞു അച്ഛൻ മോട്ടോർ ബൈക്ക് നോക്കാൻ പോയി എന്ന്. ഓഫർ ലെറ്റർ ലഭിച്ച ആ ഷോറൂമിലേക്ക് ഓടി ചെന്നിട്ട് അവിടെ ചെന്നപ്പോൾ അച്ഛൻ അവിടെ നിൽക്കുന്നു. അച്ഛനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ മകൻ പറഞ്ഞു എനിക്ക് മോട്ടോർ ബൈക്ക് വേണ്ട. ചില സാഹചര്യങ്ങൾ കൊണ്ട് അച്ഛനെ മനസ്സിലാക്കാൻ ആ മകന് സാധിച്ചു. എന്നാൽ അച്ഛനമ്മമാരെയും അവരുടെ ബുദ്ധിമുട്ടുകളെയും അവരുടെ പ്രശ്നങ്ങളെയും അവരുടെ പരാധീനതകളെയും മനസ്സിലാക്കാത്തവരല്ലേ ഭൂരിപക്ഷം മക്കളും. അച്ഛൻ പഴയ നിറം മങ്ങിയ തുന്നൽ വിട്ട വസ്ത്രങ്ങൾ ധരിക്കുമ്പോഴും ഡിസൈനർ വസ്ത്രങ്ങൾ ഓരോ വർഷവും ആവശ്യപ്പെടുന്ന, അച്ഛൻ പഴയ പിന്നിയ ചെരുപ്പ് ധരിക്കുമ്പോഴും പുതിയ ഡിസൈനർ ഷൂസുകൾ ആവശ്യപ്പെടുന്ന, അച്ഛൻ പഴയ നോക്കിയ ഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിലും പുതിയ ഐഫോണും ഗാലക്സിയും ആവശ്യപ്പെടുന്ന മക്കളല്ലേ നമുക്ക് ചുറ്റും. MRI സ്കാനും ശസ്ത്രക്രിയയും മാറ്റിവെച്ചുകൊണ്ട് മക്കളുടെ ആഡംബരങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കുന്ന എത്ര അച്ഛനും